ലോകമെമ്പാടുമുള്ള ആളുകളുടെ ശ്രദ്ധ ഇന്ന് ഖത്തറിലേക്കാണ്. മറ്റൊന്നുമല്ല, ഇസ്രായേൽ ഖത്തറിനെ ഞെട്ടിപ്പിച്ച വ്യോമാക്രമണം നടത്തിയതിനു ശേഷം അറബ് ഇസ്ലാമിക് ലോകം ഒന്നിക്കുകയാണ്. നേറ്റോ മാതൃകയിൽ അറബ് ഇസ്ലാമിക് രാഷ്ട്രങ്ങൾ ഒന്നിച്ചു ചേർന്ന് ഇസ്രായേലിനെതിരെ പ്രതിരോധം തീർക്കണമെന്ന ആവശ്യമാണ് ഉച്ചകോടിയിൽ ഉയർന്നു വന്നത്. ഒപ്പം ഇസ്രായേലിനെതിരെ രൂക്ഷ വിമർശനവും സംഭവിച്ച പശ്ചാത്തലമുണ്ട്. അവിടെയാണ് അമേരിക്കയുടെ ഇരട്ടത്താപ്പിനെക്കുറിച്ച് ഖത്തർ പറയാതെ പറഞ്ഞു വെക്കുന്നത്. ഈ വിഷയത്തിൽ വളരെ കൃത്യമായി തന്നെ അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ നിൽക്കണമെന്നും ഖത്തറിനൊപ്പം നിൽക്കണമെന്നും ഇരട്ടത്താപ്പ് കാണിക്കരുത് എന്ന് പറഞ്ഞു വെക്കുകയാണ്. പരോക്ഷമായ വിമർശനമാണ് എങ്കിൽ പോലും ഇപ്പോൾ അമേരിക്കയുടെ വളരെ പ്രധാനപ്പെട്ട നേതാവ് ആന്റോണി റൂബിയോ അല്പസമയത്തിനകം ഇസ്രായേലിൽ നിന്ന് ഖത്തറിലേക്ക് തിരിക്കും എന്നുള്ള വിവരങ്ങളും മറ്റും പുറത്തു വരുന്ന പശ്ചാത്തലമുണ്ട്. അങ്ങനെ അമേരിക്ക കൃത്യമായി കാര്യങ്ങൾ ചെയ്ത് വെക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയും ഖത്തറിന് അമേരിക്കയോട് എതിര് പറയാതിരിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലം. അവിടെയാണ് ഖത്തറിൻ്റെ തിരിച്ചടി അല്ലെങ്കിൽ ഇസ്ലാമിക് രാജ്യങ്ങളുടെ തിരിച്ചടി ഏത് തരത്തിൽ ഇസ്രായേലിനെതിരെ ഉണ്ടാകും എന്നത് കാത്തിരുന്ന് കാണേണ്ടത്. പ്രധാനപ്പെട്ട ഉച്ചകോടി പുരോഗമിക്കുകയാണ്. തീരുമാനങ്ങൾ അല്പസമയത്തിനകം ഉണ്ടാവുകയും ചെയ്യും. ആദ്യം തലക്കെട്ടുകളിലേക്ക്. നിർണായക അറബ് ഉച്ചകോടിയിൽ ഇസ്രായേൽ രൂക്ഷ വിമർശനം. നെതന്യാഹുവിൻ്റേത് വ്യാമോഹമെന്ന് ജോർദാൻ രാജാവ്. അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി നെതന്യാഹുവിനെ കണ്ടു. ലോകരാജ്യങ്ങൾ വിഷയത്തിൽ ഇരട്ടത്താപ്പ് ഒഴിവാക്കണമെന്ന് ഖത്തർ. ഷെയ്ഖ് ഖാൻ വിവാദത്തിൽ കടുപ്പിച്ച് പാകിസ്ഥാൻ. മാച്ച് റഫറിക്കെതിരെ നടപടി വേണം. ആൻഡി പെൻക്രോഫ്റ്റ് പക്ഷം പിടിച്ചുവെന്ന ആരോപണം. ഏഷ്യാ കപ്പ് മത്സരങ്ങൾ ബഹിഷ്കരിക്കുമെന്നും ഭീഷണി. തീരവയുദ്ധത്തിൽ നിർണായക കൂടിക്കാഴ്ച. അമേരിക്കൻ സംഘം ഇന്ന് രാത്രി ഡൽഹിയിലെത്തും. ഇന്ത്യ US വ്യാപാര ചർച്ചകൾ പുനരാരംഭിക്കുന്നു. ഇന്ത്യയ്ക്ക് മേൽ 50% പിഴത്തീരുവ ഈടാക്കിയതിനു ശേഷമുള്ള ആദ്യ ചർച്ച. ബീഹാറിൽ BD വിവാദം കത്തിച്ചു മോദി. ബീഹാറിനെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു. വികസനം കോൺഗ്രസും RJDയും അംഗീകരിക്കുന്നില്ലെന്നും कभी बिहार का भला नहीं कर सकते। जिन लोगों को अपनी तिजोरी भरने की चिंता नहीं हो, वो गरीब के घर की चिंता क्यों करें? ബീഹാറിൽ 36,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം. ആരോപണങ്ങൾക്കിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തി. ഒപ്പം തിരുവനന്തപുരം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനും. വരവ് പാർട്ടിയെ ധിക്കരിച്ചല്ലെന്ന് MLA. പുറത്തു വന്ന ശബ്ദരേഖയെക്കുറിച്ച് മറുപടി. കാർ നിറഞ്ഞ SFI പ്രവർത്തകർ. KPCC യോഗത്തിൽ രാഹുലിന് രൂക്ഷ വിമർശനം. ശബരിമലയിലെ ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളി പണി പൂർത്തിയായാൽ ഉടൻ തിരികെ എത്തിക്കണമെന്ന് ഹൈക്കോടതി. എത്ര സ്വർണം ഇതുവരെ ഉപയോഗിച്ചുവെന്ന ചോദ്യം. സ്വർണം പൂശിയ വിവരങ്ങളിൽ അവ്യക്തതയുണ്ടെന്നും കോടതി. മഹസർ ഉൾപ്പെടെ എല്ലാ രേഖകളും മറ്റന്നാൾ ഹാജരാക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നിർദ്ദേശം. വഖഫ് നിയമ ഭേദഗതിയിൽ അത്യപൂർവ നടപടിയുമായി സുപ്രീം കോടതി. വിവാദ വ്യവസ്ഥകൾക്ക് ഇടക്കാല സ്റ്റേ. ബോർഡിൽ 3 അമുസ്ലിങ്ങളിൽ കൂടരുത്. വഖഫ് ചെയ്യാൻ 5 വർഷം ഇസ്ലാം വിശ്വാസിയാകണമെന്ന വ്യവസ്ഥയ്ക്കും സ്റ്റേ. സുപ്രീം കോടതി നടപടി മുൻപത്തെ ജനങ്ങളെ ബാധിക്കില്ല. പത്തനംതിട്ട ഹണിട്രാപ്പ് ദമ്പതികൾ കൂടുതൽ പേരെ ഇരയാക്കിയിട്ടുണ്ടെന്ന് സംശയം. വിശദമായി ചോദ്യം ചെയ്യാൻ പോലീസ്. രശ്മിയുടെ ഫോണിൽ നിന്ന് യുവാക്കളെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കിട്ടി. മൊബൈലിലെ വിവരങ്ങൾ പൂർണ്ണമായും വീണ്ടെടുക്കാനാവാത്തതും പ്രതിസന്ധി. ആഭിചാരക്രിയകൾക്കും യുവദമ്പതികൾ ലക്ഷ്യമിട്ടെന്ന് സംശയം. റിലയൻസ് ഫൗണ്ടേഷന്റെ വന്യജീവി സംരക്ഷണ പുനരധിവാസ കേന്ദ്രമായ വൻതാരയ്ക്ക് സുപ്രീം കോടതിയുടെ ക്ലീൻ ചിറ്റ്. വൻതാരയ്ക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് കണ്ടെത്തൽ. മൃഗപരിപാലനവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ പാലിച്ചിട്ടുണ്ടെന്നും ജസ്റ്റിസുമാരായ പങ്കജ് മിത്തലും പ്രസന്ന B വരാലയും അടങ്ങുന്ന ബെഞ്ച്. കണ്ണുകൾ ഖത്തറിലേക്ക്.
അറബ് ഇസ്ലാമിക് അടിയന്തര ഉച്ചകോടിയിൽ ഇസ്രായേലിനെതിരെ പൊതുവികാരം. ഇസ്രായേൽ ഖത്തറിൽ നടത്തിയ ആക്രമണത്തെ അറബ് രാജ്യങ്ങൾ ശക്തമായ ഭാഷയിലാണ് അപലപിച്ചത്. ഇസ്രായേലിനെ നേരിടാൻ നാറ്റോ മാതൃകയിൽ സഖ്യം വേണമെന്ന ആവശ്യവും യോഗത്തിൽ ഉയർന്നു. ഇതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ കൂടിക്കാഴ്ച നടത്തി. അമേരിക്കയുടെ അറിവോടെയാണ് ഇസ്രായേൽ ഖത്തറിൽ ആക്രമണം നടത്തുകയെന്ന വിമർശനങ്ങൾക്കിടയിലാണ് മാർക്കോ റൂബിയോയുടെ കൂടിക്കാഴ്ച. ഒപ്പം റൂബിയോ നാളെ ദോഹയിലും എത്തുന്നുണ്ട്. VR കാർത്തിക് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. കാർത്തിക്, ഏറ്റവും പ്രധാനം ഈ നേറ്റോ മാതൃകയുള്ള ഒരു കൂട്ടായ്മയാണ്. അതിന് രൂപീകരണമൊക്കെ ഒരുപക്ഷെ അന്തിമ തീരുമാനത്തിലേക്ക് പ്രഖ്യാപനം വരുമ്പോൾ ഉണ്ടായേക്കാം എന്ന് വേണം കരുതാൻ. ഏതായാലും ഇസ്രായേലിൻ്റെ ആക്രമണം അറബ് ലോകത്ത് ഒരു പൊതുവികാരം ഉണ്ടാക്കിയിരിക്കുകയാണ്, അല്ലേ? തീർച്ചയായിട്ടും ഇസ്രായേലിന്റെ നടപടികളെ അപലപിച്ചും അതോടൊപ്പം തന്നെ ഖത്തറിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുമാണ് വിവിധ രാഷ്ട്രങ്ങളുടെ തലവന്മാർ ഈ യോഗത്തിൽ ഇപ്പോൾ സംസാരിക്കുന്നത്. ഉച്ചകോടി ഖത്തറിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഈ യോഗത്തിൽ ആദ്യം സംസാരിച്ചത് ഖത്തർ എമീറാണ്. അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് ഹമാസ് നേതാക്കളെ വധിക്കാനാണ് ലക്ഷ്യമെങ്കിൽ എന്തിനാണ് മധ്യസ്ഥ ശ്രമങ്ങൾ, എന്തിനാണ് അത്തരത്തിൽ ചർച്ചകളുമായി മുന്നോട്ട് പോകേണ്ടത്? ഇസ്രായേലിന്റെ ഈ നടപടി ഭീരുത്വപരമാണ് എന്ന വിമർശനമാണ് ഖത്തർ അമീർ മുന്നോട്ട് വെച്ചത്. ഇതിന് പിന്നാലെ സംസാരിച്ച വിവിധ രാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ ശക്തമായ ഭാഷയിൽ തന്നെ ഇസ്രായേലിനെ വിമർശിച്ചു. ഒരുപക്ഷെ ഒരു പടി കൂടി കടന്ന് വിമർശനങ്ങൾ ഉന്നയിച്ചത് തുർക്കി പ്രസിഡന്റാണ്. രക്തദാഹികളുടെ മാനസികാവസ്ഥയാണ് ഇസ്രായേലിന് എന്ന തരത്തിലായിരുന്നു വിമർശനങ്ങൾ. മറ്റു രാജ്യങ്ങളെല്ലാം പ്രധാനമായും മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശം നാറ്റോ മാതൃകയിൽ അറബ് രാഷ്ട്രങ്ങളുടെ ഒരു സഖ്യം ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ ആ വിധത്തിൽ മാത്രമേ കഴിയുകയുള്ളൂ. സഖ്യരാജ്യങ്ങളെ ആക്രമിച്ചാൽ അവർക്ക് പൂർണ്ണ പിന്തുണ നാറ്റോ നൽകാറുണ്ട്. അതുപോലെ ഇത്തരത്തിൽ ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ, ഇസ്രായേലിന്റെ നടപടികളെ പ്രതിരോധിക്കാൻ ഈ നാറ്റോ മാതൃകയിൽ ഒരു സഖ്യം വേണം എന്ന ആവശ്യമാണ് ഭൂരിഭാഗം നേതാക്കളും മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ഉച്ചകോടിക്ക് ഒടുവിൽ ഉരുത്തിരിയുന്ന പ്രമേയത്തിലേക്കാണ് എല്ലാ കണ്ണുകളും. നേരത്തെ കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രിമാർ, ഈ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം ചേർന്നിരുന്നു. അപ്പോൾ തന്നെ കരട് പ്രമേയത്തിന് തയ്യാറാക്കുകയും ചെയ്തിരുന്നു. അതിനൊരു അംഗീകാരം ഇന്നത്തെ ഈ ഉച്ചകോടിയിൽ ഉണ്ടാകും. എന്തായാലും ഇസ്രായേലിനെതിരായ ഒരു പൊതുവികാരം ഖത്തറിൽ രൂപപ്പെടുമ്പോഴും മാർക്കോ റൂബിയോ ഇന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തി എന്നത് ഏറെ നിർണായകമാണ്. അറബ് രാജ്യങ്ങളെ ഇസ്രായേലിനോട് അടുപ്പിക്കുന്ന അബ്രഹാം അക്കോർഡിന്റെ വാർഷികം ആണ്. ആ വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ സന്ദർശനം എന്നായിരുന്നു മാർക്കോ റൂബിയോ ജെറുസലേമിൽ വ്യക്തമാക്കിയത്. അമേരിക്കയുടെ അറിവോടെയാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ഖത്തറിൽ ആക്രമണം നടത്തിയത് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ശക്തമാണ്. ആ പശ്ചാത്തലത്തിൽ കൂടി ഈ കൂടിക്കാഴ്ചയെ കാണണം. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ബെഞ്ചമിൻ നെതന്യാഹുവും അതോടൊപ്പം തന്നെ മാർക്കോ റൂബിയോവും മാധ്യമങ്ങളെ കണ്ടിരുന്നു. രണ്ട് ചോദ്യങ്ങളാണ് പ്രധാനമായും അവരോട് ഉന്നയിച്ചത്. ഒന്ന്, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ചോദ്യം അമേരിക്കയുടെ അറിവോടെയായിരുന്നു ഈ ആക്രമണം എന്നായിരുന്നു. ഞങ്ങളുടെ സ്വതന്ത്രമായ തീരുമാനം എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു അതിന് നൽകിയ മറുപടി. ഖത്തറുമായുള്ള ബന്ധത്തിൽ ഉലച്ചിൽ സംഭവിച്ചിട്ടുണ്ടോ, ഗൾഫ് രാജ്യങ്ങളുമായുള്ള ബന്ധത്തിൽ ഈ ആക്രമണം ഉലച്ചിലുണ്ടാക്കിയോ എന്നായിരുന്നു മാർക്കോ റൂബിയോടുള്ള ചോദ്യം. ആ ചോദ്യത്തിന് മാർക്കോ റൂബിയോ നൽകിയ മറുപടി, ഖത്തർ ഇനിയും മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ക്രിയാത്മകമായ ഇടപെടൽ നടത്തണം, അതിന് എല്ലാ പ്രോത്സാഹനവും ഖത്തറിന് നൽകും എന്നായിരുന്നു മാർക്കോ റൂബിയോയുടെ മറുപടി. ഈ പശ്ചാത്തലത്തിൽ കൂടി നിലവിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി മാർക്കോ റൂബിയോ ദോഹയിലേക്ക് വരും ദിവസങ്ങളിൽ എത്തുന്നു എന്നതുകൂടി ഏറെ ശ്രദ്ധേയമാണ്. എന്തായാലും ഇസ്രായേലിനെതിരായ പൊതുവികാരം ഈ ദോഹയിലെ അടിയന്തര ഉച്ചകോടിയിൽ രൂപപ്പെടുന്നു. നാറ്റോ മാതൃകയിൽ അറബ് ഇസ്ലാമിക് രാഷ്ട്രങ്ങളുടെ ഒരു സഖ്യം വേണമെന്ന ആവശ്യത്തിനാണ് ഇപ്പോൾ ഈ തിരിച്ചടിയുമായി ബന്ധപ്പെട്ട് കാർത്തിക് ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടി ഇസ്രായേൽ ഉണ്ടാകുമോ? ഈ പ്രസ്താവനകൾക്കും ഇത്തരം കൂടിക്കാഴ്ചകൾക്കും അപ്പുറം അമേരിക്കയുടെ സമ്മതത്തോടു കൂടിയുള്ള ഒരു തിരിച്ചടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അത്തരം കാര്യങ്ങളോ ഒന്നും ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വരാൻ സാധ്യതയില്ലല്ലോ. അതിന് അമേരിക്ക സമ്മതിക്കുകയുമില്ല. അമേരിക്കയുടെ ഒരു സമ്മതമില്ലാതെ ഖത്തറിന് പരിമിതിയുണ്ട് ഇസ്രായേലുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് ഇടപെടുന്നതിൽ. ഇതൊക്കെ ഈ ഉച്ചകോടിക്കപ്പുറം മറ്റെന്തെങ്കിലും തീരുമാനങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ? ഖത്തർ അമീറിന്റെ ഭാഷ വളരെ ശക്തമായ ഭാഷയിലാണ് ഖത്തർ അമീർ മറുപടി നൽകുന്നത് എന്നത് ശ്രദ്ധേയമാണ്. മാത്രമല്ല അസർബൈജാൻ അടക്കമുള്ള രാജ്യങ്ങൾ ഈ ഉച്ചകോടിയിൽ അവരുടെ രാഷ്ട്രത്തലവന്മാർ പങ്കെടുക്കുന്നുണ്ട്. അസർബൈജാനാണ് ഇസ്രായേലിന് ഏറ്റവും കൂടുതൽ എണ്ണ സപ്ലൈ ചെയ്യുന്ന രാജ്യം. അത്തരത്തിൽ തന്ത്രപ്രധാനമായ ആ രാജ്യങ്ങൾ കൂടി പങ്കെടുക്കുന്ന ഉച്ചകോടിയിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുമോ എന്നാണ് ഇവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും ശക്തമായ ഭാഷയിൽ അപലപിക്കുമ്പോഴും ഇത്തരത്തിൽ ഏകീകൃത സ്വഭാവത്തിൽ ഒരു തീരുമാനം, അതായത് ഒറ്റക്കെട്ടായ ഒരു ശബ്ദം ഇസ്രായേലിനെതിരെ ഉണ്ടാവുന്ന തരത്തിൽ ഒരു തീരുമാനങ്ങൾ ഉണ്ടാകും. അതായത് ഐക്യകണ്ഠേന ഒരു പ്രമേയം പാസാക്കും. മാത്രമല്ല ഇത്തരത്തിൽ മറ്റു രാജ്യങ്ങളുടെ സ്വതന്ത്ര അധികാരത്തിൽ കടന്നു കയറിക്കൊണ്ടുള്ള ഇസ്രായേലിൻ്റെ ഇത്തരം നീക്കങ്ങളെ ഇനി ശക്തമായി നേരിടാൻ ഉള്ള ഒരു തീരുമാനത്തിലേക്കും ഒരുപക്ഷെ ഈ ഉച്ചകോടി എത്തിയേക്കും. കാരണം ഈ ഉച്ചകോടി അവിടെ നടക്കുമ്പോഴും ഇന്ന് ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചത്
ഞങ്ങളുടെ സ്വതന്ത്രമായ പ്രതിരോധത്തിന് ഏത് അതിർത്തിയും ലംഘിച്ച് പോകാൻ അവകാശം ഉണ്ട് എന്നാണ്. അത്തരത്തിൽ പ്രകോപനപരമായ ഒരു പ്രതികരണമാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭാഗത്തുനിന്ന് ഇന്ന് ഉണ്ടായത്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ ഭാഷയിൽ വിമർശനങ്ങൾക്കൊപ്പം തന്നെ തന്ത്രപ്രധാനമായ തീരുമാനങ്ങൾ എന്തെങ്കിലും ഈ ഉച്ചകോടിയിൽ ഉരുത്തിരിയുമോ എന്നതുകൂടി ഏവരും ഉറ്റുനോക്കുന്നുണ്ട്. രഞ്ജിത്ത്, വി ആർ കാർത്തിക്കാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഉച്ചകോടി പുരോഗമിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ രാത്രി വൈകി ഓടെ വ്യക്തമാകുമെന്ന് വേണം പ്രതീക്ഷിക്കാൻ. ഇതിനിടെ നമ്മൾ ഇന്നലെ ഏഷ്യ കപ്പിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ വലിയ വിജയമുണ്ടായി. പക്ഷേ ചില അസ്വാരസ്യങ്ങളും ഉടലെടുത്തു. പാകിസ്ഥാന് രോഷം. മത്സരം ബഹിഷ്കരിക്കും, അതായത് മാച്ച് റഫറിക്കെതിരെ നടപടി വേണമെന്നാവശ്യമാണ് പാകിസ്ഥാൻ ഉന്നയിച്ചിരിക്കുന്നത്. ഹസ്ദാന വിവാദത്തിൽ ആൻഡി പൈക്രോഫ്റ്റ് എന്ന മാച്ച് റഫറി പക്ഷം പിടിച്ചുവെന്നാണ് പാകിസ്ഥാൻ്റെ നിലപാട്. അതായത് ഈ വിഷയത്തിൽ മാച്ച് റഫറിക്കെതിരെ നടപടി ഉണ്ടായില്ല എങ്കിൽ മത്സരം ബഹിഷ്കരിക്കും, UAEക്കെതിരെയുള്ള അടക്കം മത്സരം ബഹിഷ്കരിക്കുമെന്നാണ് പാകിസ്ഥാൻ്റെ ഭീഷണിയായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള ബന്ധം ഒരു തരത്തിലും ആശാസ്യകരമായ രീതിയിലല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ വിഷയം കൂടി ആയപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ പാകിസ്ഥാന് കടുപ്പിച്ചേ മതിയാവൂ. സുവി വിശ്വാസൻ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. സുവി, ഇതിപ്പോൾ ഇന്നലെ മത്സരത്തിനിടയിലുണ്ടായ സംഭവം, സാധാരണ നമുക്കറിയാം നിഷ്പക്ഷ വേദികളിലാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരമൊക്കെ പുരോഗമിക്കുന്നത്. ഇരു രാജ്യങ്ങളിലും പരസ്പരം പര്യടനമൊക്കെ ഉപേക്ഷിച്ചിട്ട് എത്രയോ കാലങ്ങളായി. ഇതിനിടയിലാണ് ഈ പുതിയ വിവാദം. ഇതിനെ എങ്ങനെയാണ് പാകിസ്ഥാൻ ഏകപക്ഷീയമായ വിവാദം എന്ന് പറയുന്നത്? രഞ്ജിത്ത്, ഏഷ്യ കപ്പിലെ ഇന്ത്യ പാക് മത്സരം കഴിഞ്ഞ് ഇരു ടീമുകളും പരസ്പരം ഹസ്തദാനം നടത്താതിരുന്നത് വലിയ വിവാദത്തിലായിരുന്നു. ആ വിവാദത്തിനിടെയാണ് ഇപ്പോൾ മാച്ച് റഫറിയെ മാറ്റണം എന്നൊരാവശ്യം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ് ഈ ടോസ് നിർണയത്തിന് ശേഷവും അതിനുശേഷം മത്സരത്തിന് ശേഷവും പാക് ക്രിക്കറ്റ് അംഗങ്ങൾക്ക് ഹസ്തദാനം ചെയ്തിരുന്നില്ല. ഇതാണ് വിവാദത്തിലായത്. അതിനെതിരെ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന് പാകിസ്ഥാൻ നേരത്തെ പരാതി നൽകിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ മാച്ച് റഫറിക്കെതിരെ നടപടി വേണം എന്നൊരാവശ്യമാണ് പാകിസ്ഥാൻ ഉന്നയിച്ചിരിക്കുന്നത്. പ്രധാനമായും ഈ മാച്ച് റഫറിയെ മത്സരങ്ങളിൽ നിന്ന് വിലക്കണം എന്നൊരാവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ICCയുടെ മാനദണ്ഡങ്ങളും അതുപോലെ തന്നെയുള്ള നിയമങ്ങളും ഇന്ത്യൻ ടീം ലംഘിച്ചിരിക്കുകയാണ് എന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. ഇതിനെതിരെ ഒന്നും ചെയ്യാൻ ഈ മാച്ച് റഫറി തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെയും നടപടി വേണം എന്നൊരാവശ്യമാണ് PCC ഇപ്പോൾ ICCക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതി ICC പരിഗണിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും സൂര്യകുമാർ യാദവ് ടോസ് നിർണയത്തിന് ശേഷവും അത് മത്സരത്തിന് ശേഷവും ഹസ്തദാനം ചെയ്യാൻ തയ്യാറായിരുന്നില്ല. ഇങ്ങനെ ഹസ്തദാനം ചെയ്യണം എന്നാണ് ICCയുടെ നിയമാവലിയിൽ പറഞ്ഞിരിക്കുന്നത്. ആ നിയമാവലി ഇന്ത്യൻ ടീം ലംഘിച്ചിരിക്കുകയാണ് എന്നാണ് പാകിസ്ഥാന്റെ ഒരു ആരോപണം. ആ ആരോപണം ICC കേൾക്കുമോ എന്ന് പറയാൻ സാധിക്കുകയില്ല. ഏതായാലും ആ നിലപാട് ഇപ്പോൾ കടുപ്പിച്ചുകൊണ്ടാണ് പാക് ക്രിക്കറ്റ് ബോർഡ് രംഗത്ത് വന്നിരിക്കുന്നത്. മാച്ച് റഫറിയെ മാറ്റണം, പെറ്റ്ക്രോഫിനെതിരെ കടുത്ത നടപടി ഉണ്ടാകണം എന്നൊരാവശ്യമാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഉന്നയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനി UAEയുമായിട്ടാണ് പാകിസ്ഥാന്റെ ഒരു മത്സരം വരാനിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ UAEയുമായുള്ള മത്സരത്തിൽ നിന്ന് പാകിസ്ഥാൻ പിൻവാങ്ങുമോ എന്നൊരു ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഏഷ്യ കപ്പ് ക്രിക്കറ്റ് വിവാദത്തിലേക്ക് വീണിരിക്കുകയാണ്. രഞ്ജിത്ത്, സുവി വിശ്വനാഥനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്കറിയാം, കോൺഗ്രസിനെ വെട്ടിലാക്കിയ ഒരു BD വിവാദമുണ്ട്. അത് കേരളത്തിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ടതാണ്. VT ബൽറാം നയിക്കുന്ന കേരളത്തിലെ കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നത് പിന്നീട് പിൻവലിക്കുകയും മാപ്പ് പറയുകയൊക്കെ ചെയ്ത പശ്ചാത്തലമുണ്ടായിരുന്നു. ഈ വിവാദം ഇപ്പോൾ ബീഹാറിൽ മോദി ഉയർത്തുകയാണ്. ബീഹാറിൽ BD വിവാദത്തിൽ പ്രതികരിച്ചു മോദി. ബീഹാറിലെ സമൂഹ മാധ്യമങ്ങളോട് അപമാനിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു. ബീഹാറിനെ BDയോട് ഉപമിച്ചതിൽ വിമർശനമുന്നയിച്ച മോദി വികസനം കോൺഗ്രസും RJDയും അംഗീകരിക്കുന്നില്ലെന്നും പറഞ്ഞു. മോദിയുടെ വാക്കുകളിലേക്ക്. बिहार जब भी आगे बढ़ता है ये लोग बिहार का अपमान करने में जुट जाते हैं. अभी आपने देखा होगा RJD की सहयोगी कांग्रेस पार्टी सोशल मीडिया पर बिहार की तुलना बीडी से कर रही है. इन लोगों को बिहार से इतनी नफरत है. इन लोगों ने घोटाले और भ्रष्टाचार करके बिहार की साख को बहुत नुकसान पहुंचाया. अब बिहार को विकास करते देखकर कांग्रेस RJD ने फिर बिहार को बदनाम करने की ठान ली है. भाइयों बहनों, ऐसी मानसिकता वाले लोग
कभी बिहार का भला नहीं कर सकते। जिन लोगों को अपनी तिजोरी भरने की चिंता नहीं हो, वो गरीब के घर की चिंता क्यों करें? നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്നതിനിടയിലാണ് പ്രധാനമന്ത്രിയുടെ സംസ്ഥാനത്തെ പര്യടനം. 36,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും മോദി അവിടെ തുടക്കം കുറിച്ചു. പൂർണിയ ജില്ലയിൽ നടന്ന റാലിയെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. മറ്റു വാർത്ത, ഇന്ത്യ US വ്യാപാര ചർച്ചകൾ പുനരാരംഭിക്കുന്നു എന്നുള്ളതാണ്. പുതിയ വ്യാപാര കരാർ ചർച്ച ചെയ്യാൻ US പ്രതിനിധികൾ ഇന്ന് രാത്രി ഇന്ത്യയിലെത്തുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്നത്. ഇന്ത്യയ്ക്ക് മേൽ 50% പിഴത്തീരുവ ഈടാക്കിയതിന് ശേഷമുള്ള ആദ്യ ചർച്ചയാണ് ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അജയ് സുധാ ബിജു തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇന്ത്യക്കും US-നും ഇടയിലുള്ള പ്രശ്നങ്ങളെല്ലാം മാറി മഞ്ഞുരുങ്ങുന്നതിൻ്റെ സൂചനകൾ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പ്രകടമായിരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തി രംഗത്തെത്തിയിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു, ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള ബന്ധം അത് ദൃഢമാണെന്നും ഇനിയും ശക്തമായി തന്നെ മുന്നോട്ട് പോകുമെന്നും പറഞ്ഞിരുന്നു. ഇതിനെ അനുകൂലിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ട്വിറ്ററിലൊരു പോസ്റ്റ് ഇടുകയും ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഒരിക്കൽ നിന്നുപോയിട്ടുള്ള വ്യാപാര കരാർ ചർച്ചകൾ അതും പുനരാരംഭിക്കുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റ് 25-നായിരുന്നു 6ാം ഘട്ട വ്യാപാര കരാർ ചർച്ചകൾക്കായി US പ്രതിനിധികൾ ഇന്ത്യയിലെത്തുമെന്ന് അറിയിച്ചിരുന്നത്. എന്നാൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അത് കാരണം ഈ വ്യാപാര കരാർ ചർച്ച അത് നീണ്ടുപോവുകയായിരുന്നു. ഇന്ത്യക്കും US-നും ഇടയിൽ ഉള്ള വ്യാപാര തീരുവ അത് ഓഗസ്റ്റ് 7-ന് ആദ്യഘട്ടമായി 25% തീരുവ നിലവിൽ വന്നിരുന്നു. ഇതിനു പുറമെ റഷ്യയിൽ നിന്ന് ഇന്ത്യ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതിൻ്റെ പേരിൽ അധികമായി ചുമത്തിയ 25% തീരുവ അത് ഓഗസ്റ്റ് അവസാനത്തോടുകൂടി നിലവിൽ വന്നിരുന്നു. ഇത്തരത്തിൽ 50% തീരുവ നിലവിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇന്ത്യക്കും US-നും ഇടയിലുള്ള വ്യാപാര കരാർ ചർച്ചകൾ നടക്കുന്നത് എന്നുള്ള പ്രത്യേകതയും ഈ ഒരു ഘട്ടത്തിലുണ്ട്. ഈ വ്യാപാര കരാർ ചർച്ചകൾ നടത്തുന്നതിനായി US പ്രതിനിധികൾ ഇന്ന് രാത്രിയാണ് ഇന്ത്യയിലെത്തുന്നത് എന്ന് അറിയിച്ചിട്ടുണ്ട്. US-ന്റെ ഈ ഏഷ്യൻ ചർച്ചകൾ നടത്തുന്നതിലെ മുഖ്യനായിട്ടുള്ള ബ്രണ്ടൻ ലിഞ്ചാണ് ഇന്ത്യയിലെത്തുമെന്ന് അറിയിച്ചിട്ടുള്ളത്. ഇന്ന് രാത്രി അദ്ദേഹം ഇന്ത്യയിലെത്തും. നാളെ രാവിലെയോടെ വ്യാപാര കരാർ ചർച്ചകൾ പഴയതുപോലെ പുനരാരംഭിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. മുൻപ് 5 ഘട്ട ചർച്ചകൾ നടന്നിരുന്നു, എന്നാൽ 5ഉം പരാജയപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ 6ാം ഘട്ട ചർച്ചകൾ നടക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്നുണ്ടായിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തി. കാത്തിരിപ്പിനും ആകാംക്ഷയ്ക്കുമിടയിൽ രാഹുൽ സഭാ നടപടികളിൽ പങ്കെടുത്തു. SFIയുടെ വലിയ പ്രതിഷേധത്തിനും ഇന്ന് തലസ്ഥാനം സാക്ഷ്യം വഹിച്ചു. വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കളുടെ എതിർപ്പ് തള്ളി ലൈംഗിക ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തി. സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തുമോ എന്ന കാര്യത്തിൽ അഭ്യൂഹം നിലനിൽക്കെയാണ് സഭാ നടപടികൾ ആരംഭിച്ച് 20 മിനിറ്റ് പിന്നിട്ടപ്പോൾ രാഹുൽ സഭയിലെത്തിയത്. യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാധ്യക്ഷൻ നേമം ഷജീറിനൊപ്പം സഭയിലെത്തിയ രാഹുൽ സഭാ നടപടികളിൽ പങ്കെടുക്കുകയും ചെയ്തു. രാഹുലിൻ്റെ ഇരിപ്പിടം നേരത്തെ PV അൻവറിൻ്റെ സീറ്റാണ്. മാധ്യമങ്ങളെ കണ്ട രാഹുൽ പാർട്ടിയെ ധിക്കരിച്ചല്ല സഭയിലെത്തിയതെന്നും താനെന്നും പാർട്ടിക്ക് വിധേയനാണെന്നും പ്രതികരിച്ചു. എന്നാൽ പുറത്തു വന്ന ശബ്ദരേഖ രാഹുൽ നിഷേധിച്ചില്ല. അന്വേഷണം നടക്കട്ടെ എന്നായിരുന്നു പ്രതികരണം. അന്വേഷണ സംഘത്തിന്റെ പരിധിയിലിരിക്കുന്ന കാര്യങ്ങൾ, ആ പരിധിയിലിരിക്കുന്ന വ്യവസ്ഥയിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണ സംഘത്തിന്റെ പരിധിയിലിരിക്കുമ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം നിയമപരമായി ചോദ്യം ചെയ്യാനുള്ള അവകാശം. ഞാൻ പറഞ്ഞല്ലോ അന്വേഷണത്തെ പരിധിയിലിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ നിയമപരമായി ചോദ്യം ചെയ്യും. നിയമസഭയ്ക്ക് സമീപം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാഹനം SFI പ്രവർത്തകർ തടഞ്ഞു. പ്രവർത്തകരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയ കാഴ്ചയും ഇന്ന് തലസ്ഥാനം സാക്ഷ്യം വഹിച്ചു. അനുശോചന പ്രമേയം പാസ്സാക്കുന്നതിന് വേണ്ടിയാണ് ചേർന്നത്. അങ്ങനെ ഒരു ദിവസം ഒരു ഉത്തരവാദിത്തപ്പെട്ട നിയമസഭാ സാമാജികരുടെ ഭാഗത്തു നിന്നും സഭാ നടപടികൾക്കോ അല്ലെങ്കിൽ ആ സഭാ നിയമങ്ങൾക്കോ വിരുദ്ധമായൊരു പ്രവർത്തനം ഉണ്ടാകില്ല. ആ ഉറപ്പ് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ആത്മവിശ്വാസം പകർന്നതും. അതുകൊണ്ട് തന്നെയാണ് രാവിലെ
9:20 മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ളവരെ അനുസ്മരിച്ച് സംസാരിച്ച് കഴിഞ്ഞ് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നതിനിടയിൽ രാഹുൽ മങ്കൂട്ടത്തിൽ സഭയിലേക്ക് അപ്രതീക്ഷിതമായി വരുന്ന സാഹചര്യം ഉണ്ടായതും അതിനുശേഷം സഭാ നടപടികൾ ഏറെക്കുറെ പൂർത്തിയാകുന്നതുവരെ രാഹുൽ സഭയിലുണ്ടായിരുന്നു. പക്ഷേ ഒരു തരത്തിലുള്ള പ്രതിഷേധങ്ങളോ മറ്റ് അസ്വാഭാവികമായ ഒരു പെരുമാറ്റങ്ങളോ ഒരു സാമാജികരുടെ ഭാഗത്തു നിന്നും രാഹുലിനോട് ഉണ്ടായില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ സഭയ്ക്ക് പുറത്ത് അതായിരുന്നില്ല സ്ഥിതി. ഇടത് യുവജന സംഘടനകളുടെ നേതൃത്വത്തിലടക്കം SFI ഉൾപ്പെടെ രാഹുൽ മങ്കൂട്ടത്തിനെ വഴിയിൽ തടഞ്ഞ് പ്രതിഷേധിക്കുന്ന സാഹചര്യമാണ് ബേക്കർ ജംഗ്ഷന് സമീപത്ത് വെച്ച് ഉണ്ടായത്. സമാനമായ പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിലും പുറത്ത് ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. അതാണ് സാഹചര്യം. അതേസമയം KPCC ഭാരവാഹി യോഗത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രൂക്ഷ വിമർശനമുണ്ടായി. രാഹുലിനെതിരെ നടപടിയെടുക്കാൻ നിർബന്ധിതമായത് ആരോപണങ്ങൾ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലെന്ന് പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയും യോഗത്തിൽ വ്യക്തമാക്കി. യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം സഭയിലെത്തിയതിനെക്കുറിച്ചും വിമർശനമുണ്ടായി. ഡിജിറ്റൽ മീഡിയ സെല്ലുമായി ബന്ധപ്പെട്ട ഉയർന്ന വിവാദങ്ങൾ അന്വേഷിക്കാൻ VT ബൽറാമിനെ KPCC ഭാരവാഹി യോഗം ചുമതലപ്പെടുത്തി. ഡാൻ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. കേരളത്തിന് ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ നേതൃത്വത്തിൽ ചേർന്ന KPCC ഭാരവാഹി യോഗത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയർന്നത്. ഉയർന്നു വന്ന ആരോപണങ്ങളിലെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തരമായി നടപടിയെടുക്കാൻ പാർട്ടി നിർബന്ധിതമായതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും അതോടൊപ്പം രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കളും ആവർത്തിച്ചു. അതേസമയം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇതുമായി ബന്ധപ്പെട്ട നിലപാട് മയപ്പെടുത്തിയോ എന്ന് സംശയമുണ്ട് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു. പക്ഷേ അദ്ദേഹം അതിന് കൃത്യമായ മറുപടിയാണ് നൽകിയത്. താൻ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്, അതിൽ ഒരു അവ്യക്തതയും ഉണ്ടായിട്ടില്ല എന്ന് സണ്ണി ജോസഫ് മറുപടി പറഞ്ഞു. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഡിജിറ്റൽ മീഡിയ സെല്ലുമായി ബന്ധപ്പെട്ട് ഏതാനും ആഴ്ചകളായി വലിയ തരത്തിൽ വിമർശനങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഉൾപ്പെടെ രൂക്ഷമായ സൈബർ ആക്രമണം നടക്കുന്നതിന് പിന്നിൽ ഡിജിറ്റൽ മീഡിയ സെല്ലിലെ ചിലർക്ക് കൂടി പങ്കുണ്ട് എന്ന വിമർശനമാണ് ഉയർന്നത്. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ മീഡിയ സെല്ലിൽ ഇരുന്നു കൊണ്ട് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്കെതിരെ ഇത്തരത്തിൽ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തവരെ കണ്ടെത്താൻ പാർട്ടി ആഭ്യന്തര അന്വേഷണം നടത്തുകയാണ്. അതിന്റെ ചുമതല VT ബൽറാമിന് നൽകിക്കൊണ്ട് KPCC ഭാരവാഹി യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തിയപ്പോൾ രാഹുലിനൊപ്പം ഉണ്ടായിരുന്നത് യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ ഷജീർ നേമമാണ്. ഷജീർ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുഗമിച്ചുകൊണ്ട് സഭയിലേക്ക് എത്തിയതിനെതിരെയും ഭാരവാഹികൾ വിമർശനമുയർത്തി. പാർട്ടി സസ്പെൻഡ് ചെയ്ത ഒരാളെ പാർട്ടിയുടെ ഔദ്യോഗിക ചുമതലയിലുള്ള ഒരാൾ ഇങ്ങനെ പിന്തുണയ്ക്കുന്നത് എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്ന തരത്തിലുള്ള വിമർശനമാണ് ഉയർന്നത്. അതിന് KPCC അധ്യക്ഷൻ നൽകിയ മറുപടി, തനിക്ക് അതുമായി ബന്ധപ്പെട്ട് നടത്താനുള്ള പ്രതികരണം പരസ്യമായി തന്നെ നടത്തിയിട്ടുണ്ട്, അതിനപ്പുറത്തേക്ക് കൂടുതലൊന്നും പ്രതികരിക്കാനില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ട ഭാരവാഹി യോഗത്തിൽ ഉയർന്ന പ്രതികരണം. എന്തായാലും KPCC ഭാരവാഹി യോഗത്തിന്റെ പൊതുവികാരം കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി ഹൈക്കമാൻഡിനെ അറിയിക്കും. തുടർന്ന് ഹൈക്കമാൻഡിന്റെ കൂടി അനുമതിയോടെയാകും തുടർ നീക്കങ്ങളിലേക്ക് കടക്കുകയെന്നാണ് അറിയാൻ കഴിയുന്നത്. നമുക്ക് ഇന്നത്തെ പഞ്ച് ഡയലോഗ് ഒന്ന് കേൾക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ആ പഞ്ച് ഡയലോഗ്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തിയിട്ടും CPM MLA-മാർ എന്തുകൊണ്ട് പ്രതികരിച്ചില്ലെന്നായിരുന്നു BJPയുടെ ചോദ്യം. BJP പാലക്കാട് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനാണ് ആ പഞ്ച് ഡയലോഗിലൂടെ ആ ചോദ്യം ചോദിച്ചത്. രാഹുലും കോൺഗ്രസും ജനങ്ങളെ വഞ്ചിച്ചു. MLA എന്ന നിലയ്ക്ക് പാലക്കാട് പരിപാടിയിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ലെന്നും രാജിവെക്കും വരെ BJP പ്രതിഷേധം തുടരുമെന്നും പ്രശാന്ത് ശിവൻ വ്യക്തമാക്കി. VD സതീശൻ ഒരു വശത്ത് പറയുന്നു ശക്തമായ നടപടിയെടുക്കും, രാഹുലിനെതിരെ ശക്തമായ രീതിയിലുള്ള നടപടിയെടുക്കുമെന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ CPM-ന്റെ ആളുകൾ കേരളം മുഴുവൻ വലിയ രീതിയിൽ സമര ആഭാസം നടത്തി ജനങ്ങളെ പറ്റിക്കുകയാണ്. ഇന്ന് സഭയിലേക്ക് വരുന്ന സമയത്ത് CPM-ന്റെ നിരവധി MLA-മാർ അവിടെ ഉണ്ടായിട്ടും കേരളം മുഴുവൻ വലിയ രീതിയിൽ സമരം നടത്തുമെന്ന് പറഞ്ഞ് അവിടെ യാതൊരു തരത്തിലുള്ള പ്രതിഷേധങ്ങളും നടത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടിയും CPM-ഉം അവരുടെ നാടകം പുറത്തു വരുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. രാജിവെക്കുന്നത് വരെ ശക്തമായ പ്രതിഷേധങ്ങൾ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാവും. പാർട്ടിയുടെ സംസ്ഥാന ഘടകം ഇതിൽ വ്യക്തമായ കൃത്യമായി തന്നെ പാർട്ടിയുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. രാഹുൽ രാജിവെക്കുന്നത് വരെ ശക്തമായ പ്രതിഷേധങ്ങൾ. വഖഫിൽ അസാധാരണ വിധി.
വഖഫ് ഭേദഗതി നിയമത്തിന് ഭാഗിക സ്റ്റേ അനുവദിച്ച സുപ്രീം കോടതി. വഖഫ് നൽകാൻ 5 വർഷം ഇസ്ലാം മതം പിന്തുടരണം. തർക്കഭൂമിക്ക് വഖഫ് പദവി നഷ്ടമാകും എന്നതടക്കമുള്ള വിവാദ വ്യവസ്ഥകൾക്കാണ് സ്റ്റേ. വഖഫ് ബോർഡുകളിൽ അമുസ്ലിങ്ങളുടെ എണ്ണം 3-ൽ കൂടുതലാകരുതെന്നും കോടതി നിർദ്ദേശിച്ചു. ഹർജിക്കാരെ സംബന്ധിച്ച് നേട്ടമാണ്, ആശ്വാസമാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഇടപെടൽ എന്ന് തീർച്ചയായും പറയാം. കാരണം പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വിവാദ വ്യവസ്ഥകളിലാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്, സ്റ്റേ ഉണ്ടായിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഇത്തരമൊരു നിർണായകമായ സ്റ്റേ അനുവദിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് വഖഫ് സമർപ്പണവുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു. അതായത് 5 വർഷം ഇസ്ലാം അനുഷ്ഠിച്ച ആൾക്ക് മാത്രമേ വഖഫ് നൽകാൻ കഴിയൂ എന്നായിരുന്നു നിയമത്തിലെ വ്യവസ്ഥ. അതിനെ ഹർജിക്കാർ ചോദ്യം ചെയ്തിരുന്നു. അതിൽ ഏതായാലും സുപ്രീം കോടതി ഇപ്പോൾ സ്റ്റേ അനുവദിച്ചിരിക്കുകയാണ്. കാരണം സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഏകപക്ഷീയമായി ഇത്തരത്തിൽ അധികാരം പ്രയോഗിക്കുന്നത് അത് അനുവദിക്കാൻ കഴിയില്ല എന്നടക്കമുള്ള വിലയിരുത്തൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹർജിക്കാർ അവരുടെ ആവശ്യമായി അല്ലെങ്കിൽ ചൂണ്ടിക്കാണിച്ചിരുന്ന പ്രധാനപ്പെട്ട വിയോജിപ്പ് ഈ വിഷയത്തിൽ തന്നെയായിരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. രണ്ടാമത്തെ കാര്യം വഖഫ് സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കാരണം സ്വത്ത് ഏതെങ്കിലും ഭൂമിയുടെ കാര്യത്തിൽ തർക്കം വരികയും അതിൽ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ വഖഫ് പദവി നഷ്ടമാകും എന്നായിരുന്നു ബില്ലിലെ വ്യവസ്ഥ. അതിന് കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. കോടതി സ്റ്റേ അനുവദിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ കളക്ടർമാർക്ക് അധികാരം നൽകിയതിലും കടുത്ത വിയോജിപ്പ് സുപ്രീം കോടതി ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം വ്യക്തിപരമായ അവകാശങ്ങളിൽ ഇടപെടാൻ കളക്ടർമാർക്ക് അനുവാദമില്ല എന്ന നിരീക്ഷണമാണ് ഇപ്പോൾ കോടതി നടത്തിയിരിക്കുന്നത്. അങ്ങനെ 2 കാര്യത്തിൽ ഇടപെടൽ വന്നിരിക്കുന്നു. മൂന്നാമതായി തന്നെ സുപ്രധാനമായ ഒരു ഇടപെടൽ കൂടി കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. അത് അമുസ്ലിങ്ങളായ അംഗങ്ങളുടെ പ്രാതിനിധ്യം സംബന്ധിച്ച കാര്യങ്ങളിലാണ്. കാരണം ഈ ബില്ലിൽ വ്യവസ്ഥ ചെയ്തിരുന്നത് വഖഫ് ബോർഡുകളിൽ ചുരുങ്ങിയത് 2 അംഗങ്ങൾ അമുസ്ലിങ്ങളാകാമെന്നായിരുന്നു. അത് ചുരുങ്ങിയത് എന്നാണ് ബില്ലിൽ വ്യവസ്ഥ ചെയ്തിരുന്നത്. കോടതി അതിൽ ഒരു തീർപ്പുണ്ടാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നു. കോടതി ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാന വഖഫ് ബോർഡുകളിൽ പരമാവധി 3 എന്നാക്കി, മിനിമം എന്നുള്ളത് മാറ്റി പരമാവധി മാക്സിമം 3 എന്ന നിലയിലേക്ക് ഇപ്പോൾ കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. വഖഫ് കൗൺസിലിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 11 അംഗങ്ങളിൽ അത് 4 പേരെ പരമാവധി പാടുകയുള്ളൂ എന്ന നിർദ്ദേശം കൂടി വന്നിരിക്കുന്നു. അങ്ങനെ കോടതി ഇടക്കാല സ്റ്റേ അനുവദിച്ചിരിക്കുന്നു. ഒപ്പം ചില നിർദ്ദേശങ്ങൾ കൂടി മുന്നോട്ട് വെച്ചിരിക്കുന്നു. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സാധാരണ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങളിൽ കോടതി ഇടപെടുന്ന പതിവില്ല. മുൻപ് നമുക്കിതിന് ഉദാഹരണങ്ങളുണ്ട്. ജമ്മു കശ്മീരിന് പ്രത്യേക അധികാരം എടുത്ത് കളഞ്ഞ കേസിലായാലും CAA അടക്കമുള്ള കേസിലാണെങ്കിൽ പോലും കോടതി അത്തരത്തിൽ നിയമനിർമ്മാണങ്ങളിൽ പാർലമെന്റിന്റെ അധികാരത്തിൽ ഇടപെടാറില്ല. പക്ഷേ ഇപ്പോൾ അനിവാര്യമാണ് എന്ന് കണ്ടെത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരമൊരു ഇടക്കാല സ്റ്റേ അനുവദിക്കാൻ സുപ്രീം കോടതി തയ്യാറായിരിക്കുന്നത്. ER രാകേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പത്തനംതിട്ടയിൽ തേൻകണി. പത്തനംതിട്ട കോയിപ്പുറത്ത് ഹണി ട്രാപ്പിൽപ്പെടുത്തി യുവാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പ്രതികളുടെ മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. സമാനമായ രീതിയിൽ മറ്റ് ആരെയെങ്കിലും പ്രതികൾ ഹണി ട്രാപ്പിൽപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും. ഇതിനായി റിമാൻഡ് ആയ പ്രതികളായ ജയേഷിനെയും രശ്മിയെയും കസ്റ്റഡിയിൽ വാങ്ങും. ശശിനാരായണൻ ശശിനാരായണൻ, ഇതിപ്പോൾ കൂടുതൽ ആളുകളെ ഈ പ്രതികൾ കുടുക്കിയിട്ടുണ്ടെന്നാണ് ആഭിചാരക്രിയയുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അടിമുടി ദുരൂഹതയാണല്ലേ ഈ കേസിൽ? പത്തനംതിട്ട കോയിപ്പുറത്ത് ഹണി ട്രാപ്പിൽപ്പെടുത്തി യുവാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ ഊർജിതമായ അന്വേഷണത്തിനൊരുങ്ങുകയാണ് പോലീസ്. അതിൽ പ്രധാനമായും പോലീസ് പറയുന്നത് നിലവിലത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്ന പ്രതികളായ ജയേഷ്, ഭാര്യ രശ്മി എന്നിവരുടെ മൊഴികൾ പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. പരാതിക്കാരായ യുവാക്കൾ നൽകിയ മൊഴികൾ പരിശോധിച്ച് അതിൽ കൂടുതലായ അന്വേഷണം നടത്താനാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. സമാനമായ രീതിയിൽ ഹണി ട്രാപ്പിൽപ്പെടുത്തി ഇത്തരത്തിൽ ഈ പ്രതികളായ ഇവർ വീട്ടിൽ കൊണ്ടുവന്ന് മർദ്ദിച്ചിട്ടുണ്ടോ എന്ന കാര്യമാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. രശ്മിയുടെ ഫോണിൽ ഈ യുവാക്കളെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പോലീസ് ലഭിച്ചിട്ടുണ്ട്. ഒപ്പം ജ്യേഷ്ഠൻ്റെ ഫോൺ കൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ആ ജ്യേഷ്ഠൻ്റെ ഫോണിൽ ഒരു രഹസ്യ ഫോൾഡർ ഉണ്ടാക്കിയാണ് ഈ ദൃശ്യങ്ങൾ സൂക്ഷിച്ചിട്ടുള്ളത്. അത് വീണ്ടെടുക്കുകയാണ് ഇപ്പോൾ പോലീസ് ചെയ്യുന്നത്. അതിന് സൈബർ സെല്ലിൻ്റെ സഹായത്തോടു കൂടി അത് വീണ്ടെടുക്കുക എന്നതാണ് പോലീസ് ഇപ്പോൾ ചെയ്യുന്നത്. അതുകൂടി ലഭിച്ചതിന് ശേഷമായിരിക്കും എന്തായാലും വിശദമായൊരു അന്വേഷണത്തിലേക്ക് കടക്കുക. നിലവിൽ ഇവരല്ലാതെ മറ്റാരെങ്കിലും
ഈ 2 പേരല്ലാതെ മർദ്ദനമേറ്റ 2 യുവാക്കളല്ലാതെ മറ്റാരെങ്കിലും ഇത്തരത്തിൽ സമാനമായ രീതിയിൽ ഈ വീട്ടിൽ കൊണ്ടുവന്ന് അപായപ്പെടുത്തി പണമോ മറ്റു കാര്യങ്ങളോ ഇവർ കൈവശപ്പെടുത്തിയിട്ടുണ്ടോ എന്ന കാര്യം കൂടിയാണ് പോലീസ് പരിശോധിക്കുന്നത്. അതിനുള്ള ശ്രമം കൂടി പോലീസ് ഇപ്പോൾ നടത്തുകയാണ്. എന്തായാലും ഹണി ട്രാപ്പും ഒപ്പം ആഭിചാരം നടന്നു എന്ന കാര്യം കൂടി പറയുന്നു. അതിലുപരി അവിഹിത ബന്ധം കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ട്. രശ്മിയുമായി ബന്ധപ്പെട്ടുള്ള ചില അവിഹിതമാണ് ഈ യുവാക്കൾക്ക് മർദ്ദനമേൽക്കാൻ കാരണമെന്നാണ് ജയേഷ് പറഞ്ഞിട്ടുള്ളത്. രശ്മിയുടെ ഫോണിൽ നിന്നും ഈ ദൃശ്യങ്ങൾ പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ തന്ത്രപൂർവ്വം ഈ യുവാക്കളെ വീട്ടിൽ വിളിച്ചു വരുത്തിയ ശേഷമാണ് ക്രൂരമായി ജയേഷും രശ്മിയും ചേർന്ന് മർദ്ദിച്ചത്. 1-ാം തീയതിയാണ് ആലപ്പുഴ സ്വദേശിയെ വീട്ടിലെത്തിക്കുന്നത്. തിരുവോണ ദിവസമായ 5-ാം തീയതിയാണ് റാന്നി സ്വദേശിയെ വീട്ടിലെത്തിച്ച് ക്രൂരമായി മർദ്ദിച്ച് വഴിയിൽ ഉപേക്ഷിക്കുന്നത്. എന്തായാലും പോലീസ് വിശദമായ ഒരു അന്വേഷണം ഈ കാര്യത്തിൽ നടത്തുന്നുണ്ട്. ഈ പ്രതികളുടെ മൊഴി പോലീസ് പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തിട്ടില്ല. എന്തായാലും ആഭിചാരക്രിയ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ വീട്ടിലെത്തിച്ച് തങ്ങളെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്നാണ് റാന്നി സ്വദേശി പോലീസ് നൽകിയിട്ടുള്ള മൊഴി. ഇതെല്ലാം പരിശോധിക്കും. വിശദമായി പരിശോധിച്ചതിന് ശേഷമായിരിക്കും കൃത്യമായ ഒരു നിഗമനത്തിൽ പോലീസ് എത്തുക. എന്തായാലും ഒരു വലിയ അന്വേഷണം ഈ കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്നുള്ള കാര്യം പൂർണ്ണമായി വ്യക്തമാവുകയുള്ളൂ. ശരി, കോടതിയുടെ ചോദ്യങ്ങൾ. ശബരിമലയിലെ ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളി ഇളക്കിയ സംഭവത്തിൽ ചോദ്യങ്ങളുമായി ഹൈക്കോടതി. സ്വർണം പൂശിയ വിവരങ്ങളിൽ അവ്യക്തത ഉണ്ടെന്നും ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കി. സ്വർണ്ണപ്പാളി നിർമ്മാണത്തിനായി എത്ര സ്വർണം ഇതുവരെ ഉപയോഗിച്ചുവെന്ന് കോടതി ചോദിച്ചു. സ്വർണ്ണപ്പാളി പണി പൂർത്തിയാക്കിയാലുടൻ തിരികെ എത്തിക്കണമെന്നും ദേവസ്വം ബോർഡിനോട് നിർദ്ദേശിച്ചു. 2019 മുൻപും സ്വർണം പൂശിയിരുന്നുവെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. മഹസർ ഉൾപ്പെടെയുള്ള എല്ലാ മുൻരേഖകളും മറ്റന്നാൾ ഹാജരാക്കണമെന്നും നിർദ്ദേശം നൽകി. ശബരിമലയിൽ ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റിയ സംഭവത്തിൽ പണി പൂർത്തിയായാൽ ഉടൻ തന്നെ സ്വർണ്ണപ്പാളി തിരികെ സന്നിധാനത്ത് എത്തിക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഇതിനകം എത്ര സ്വർണം ഉപയോഗിച്ചു എന്നുള്ള കാര്യവും വ്യക്തമാക്കണം. 2019 മുതൽ മഹസർ അടക്കമുള്ള രേഖകളെല്ലാം മറ്റന്നാൾ ഹാജരാക്കണമെന്നും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. മാത്രമല്ല, നേരത്തെ ഒരു തവണ കൂടി 2019 നേരത്തെയും സ്വർണം പൂശിയതായി കാണുന്നുണ്ട് എന്നും ഹൈക്കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. ദേവസ്വം ബെഞ്ചിൻ്റെതാണ് നിരീക്ഷണം. അതുകൊണ്ട് തന്നെ എത്ര സ്വർണമാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതയാണ് എന്നുള്ള ഒരു നിരീക്ഷണം കൂടിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അക്കാര്യത്തിൽ വ്യക്തത ഉണ്ടാവണം. അടിയന്തരമായി സ്വർണ്ണപ്പാളി പണി പൂർത്തിയായാൽ ഉടൻ തന്നെ സന്നിധാനത്ത് തിരികെ എത്തിക്കണമെന്ന് തന്നെയാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ സ്വർണ്ണപ്പാളി അടിയന്തരമായി തിരികെ എത്തിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിടുകയും അത് ഒരുക്കിയത് കൊണ്ട്, അതായത് അറ്റകുറ്റപ്പണികൾക്കായി ഒരുക്കിയത് കൊണ്ട് ഉടനടി കൊണ്ടുവരാൻ കഴിയില്ല എന്ന് ദേവസ്വം ബോർഡ് ഹൈക്കോടതി അറിയിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഉടൻ തിരികെ എത്തിക്കണമെന്ന് നിർബന്ധമില്ല, അത് പണി പൂർത്തിയായാലുടൻ തിരികെ എത്തിക്കണമെന്ന് കോടതി ഉത്തരവിട്ടത്. ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം അല്ലാതെയാണ് സ്വർണ്ണപ്പാളി സന്നിധാനത്തൊന്നും കൊണ്ടുപോയത്. മാത്രമല്ല, ദേവസ്വം കമ്മീഷണറുടെ സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് പ്രകാരം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ വേണം ഇത്തരം അറ്റകുറ്റപ്പണികൾ നടത്താൻ. അത് ഉണ്ടായില്ല. അടിയന്തരമായി അത് കൊണ്ടുപോകേണ്ടത് സാഹചര്യം എന്തായിരുന്നു എന്ന് കോടതി നേരത്തെ ചോദിച്ചപ്പോൾ ദേവസ്വം ബോർഡ് കോടതിയെ ബോധ്യപ്പെടുത്തിയത് ഇങ്ങനെയാണ്: നാണയത്തുട്ടുകൾ ഭക്തന്മാർ എറിയുമ്പോൾ അതിൽ തട്ടി പാളിക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അടിയന്തരമായി സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോയത് എന്നാണ് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ അറിയിച്ചിരുന്നത്. എന്തായാലും അടിയന്തരമായി സ്വർണ്ണപ്പാളി തിരികെ എത്തിക്കാൻ തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. നമുക്കിനി നമ്മുടെ വളരെ പ്രധാനപ്പെട്ട സെഗ്മെന്റിലേക്ക് പോകാം. മുകളിൽ ഒരാളുണ്ട്. തിരുവനന്തപുരം മാറനല്ലൂരിൽ സ്കൂൾ ബസ്സിനടിയിലേക്ക് ബൈക്ക് ഇടിച്ചു കയറി യുവാവിന് അത്ഭുതകരമായ രക്ഷപ്പെടൽ. മാറനല്ലൂർ കുന്നിലാണ് അപകടം നടന്നത്. സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന പുന്നാവൂർ സ്വദേശി ജോസിനാണ് അപകടത്തിൽപ്പെട്ടത്. റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരുന്ന മീൻ വണ്ടിയെ മറികടന്നെത്തിയ മാറനല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വാഹനത്തിനടിയിലേക്കാണ് ജോസിൻ വീണത്. വളവായതുകൊണ്ടാണ് ബൈക്ക് യാത്രികൻ ശ്രദ്ധിക്കാതെ വന്നത്. പരിക്കേറ്റ ജോസിനെ 108 ആംബുലൻസ് എത്തി ആശുപത്രിയിലേക്ക് മാറ്റി. ആ ദൃശ്യങ്ങളിലേക്ക്.
പോലീസിൻ്റെ കളികൾ. തിരുവനന്തപുരം കിളിമാനൂരിൽ വയോധികനെ വാഹനമിടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ പാറശാല SHO അനിൽകുമാറിനെതിരെ നടപടിയുണ്ടായി. ഇയാളെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അനിൽകുമാറിനെ കേസിൽ പ്രതി ചേർത്തിരുന്നു. അരുൺ മോഹൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കിളിമാനൂരിൽ വയോധികൻ കാറിടിച്ചു മരിച്ച സംഭവത്തിൽ പാറശാല SHO ആയ അനിൽകുമാറിനെതിരെയാണ് ഇപ്പോൾ വകുപ്പ് തല അന്വേഷണം നടപടി ഉണ്ടായിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് ഇദ്ദേഹത്തിനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. മാത്രമല്ല അമിത വേഗത്തിലും അലക്ഷ്യമായി വാഹനം ഓടിച്ചതിന് ഇദ്ദേഹത്തിന് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. അറിയുന്നതനുസരിച്ച് അനിൽകുമാർ ഇപ്പോൾ ഒളിവിലാണ്. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ഈ സംഭവം നടന്നത്. കാൽനടക്കാരനായ 59കാരനായ രാജൻ അദ്ദേഹത്തെ ഈ അനിൽകുമാർ സഞ്ചരിച്ച വാഹനം തട്ടിയിട്ട് കടന്നു പോവുകയായിരുന്നു. തുടർന്ന് നാട്ടുകാരും പോലീസും ചേർന്നായിരുന്നു ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലായിരുന്നു ഈ പറയുന്ന അനിൽകുമാർ എന്ന SHOയിലേക്ക് എത്തുന്നത്. തുടർന്നായിരുന്നു ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും ശക്തമായ നടപടിയുമായി ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകുന്നു. അറിയുന്നതനുസരിച്ച് ഈ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുള്ള ഈ അനിൽകുമാർ ഇപ്പോൾ ഒളിവിലാണ്. ഇദ്ദേഹത്തിന് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചതായും പോലീസ് പറയുന്നു. Presenting the Maruti Suzuki Victoris. Got it all. മുൻമന്ത്രി നീൽ ലോഹിദാസ് നാടാരെ നമുക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം ദീർഘകാലം മന്ത്രിയായിരുന്നു, കോവളം MLA ആയിരുന്നു. ഇതിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കരിയറിന് തന്നെ ഒരു വിഘാതമായി ഒരു ലൈംഗിക അതിക്രമ കേസ് വന്നത്. അതിലിപ്പോൾ നീൽ ലോഹിദാസ് നാടാരെ ഹൈക്കോടതി വെറുതെ വിട്ടു എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാന വാർത്ത. വനംവകുപ്പ് മുൻ ചീഫ് കൺസർവേറ്റർ പ്രകൃതി ശ്രീവാസ്തവയുടെ പരാതിയിലെടുത്ത കേസിലാണ് നടപടി. കേസിൽ നീൽ ലോഹിദാസ് നാടാരെ വിചാരണ കോടതി 1 വർഷം ശിക്ഷിച്ചിരുന്നു. ലൈംഗികാതിക്രമ കേസിൽ മുൻ മന്ത്രി നീല ലോഹിതദാസൻ നാടാരെ വെറുതെ വിട്ടുകൊണ്ട് ഹൈക്കോടതി ഉത്തരവ്. നീല ലോഹിതദാസൻ നാടാർക്ക് ആശ്വാസമാകുന്ന വിധിയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായത്. വനംവകുപ്പ് മുൻ ചീഫ് കൺസർവേറ്റർ പ്രകൃതി ശ്രീവാസ്തവ നൽകിയ ലൈംഗിക അതിക്രമ പരാതിയിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. കേസിൽ നീല ലോഹിതദാസൻ നാടാരെ നേരത്തെ തന്നെ കോഴിക്കോട് കോടതി 1 വർഷം ശിക്ഷ വിധിച്ചിരുന്നു. അതായത് ലഘു തടവിന് വിധിച്ചിരുന്നു. അതേസമയം അതുമായി ബന്ധപ്പെട്ടുള്ള അപ്പീൽ കോടതിയെ അതിന് 3 മാസമായി ആ ശിക്ഷാവിധി ചുരുക്കിയിരുന്നു. അതിനെതിരെ നൽകിയിട്ടുള്ള റിവിഷൻ ഹർജിയിലാണ് ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ വിധിയുണ്ടായിരിക്കുന്നത്. നീല ലോഹിതദാസൻ നായരെ വെറുതെ വിട്ടുകൊണ്ടാണ് ഹൈക്കോടതി ഉത്തരവ്. 1999 അന്നത്തെ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററായിരുന്ന പ്രകൃതി ശ്രീവാസ്തവ നീൽ ലോഹിതദാസൻ നായർക്കെതിരെ പരാതി നൽകിയിരുന്നത്. ആ പരാതിയിൽ 2000 കോഴിക്കോട് കോടതി ഈ നീല ലോഹിതദാസൻ നാടാരെ ശിക്ഷയ്ക്ക് വിധിക്കുന്നത്. അതിനുശേഷമാണ് ഫാസ്റ്റ് ട്രാക്ക് കോടതി അത് 3 മാസമായി ചുരുക്കുകയും തുടർന്ന് ഇപ്പോൾ ഹൈക്കോടതി ആ വിധി തള്ളിക്കളയുന്ന അതല്ലെങ്കിൽ വെറുതെ വിടുന്ന ഒരു സാഹചര്യത്തിലേക്കും എത്തിയിരിക്കുന്നത്. കൊല്ലം കൊട്ടാരക്കര നീലേശ്വരത്ത് ബൈക്കുകൾ കൂട്ടിയിടിച്ച് 3 പേർ മരിച്ചു. സഞ്ജയ്, വിജിൽ, അജിത് എന്നിവരാണ് മരിച്ചത്. കൊട്ടാരക്കര അമ്പലത്തുംകാട് റോഡിൽ നീലേശ്വരം ഗുരുമന്ദിരത്തിന് സമീപമായിരുന്നു ഈ അപകടമുണ്ടായത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാകും എത്ര ഗുരുതരമായ ഒരു അപകടമാണ് സംഭവിച്ചത്. 3 പേരുടെ ജീവനെടുത്ത മരണപ്പാച്ചിലാണ് നാട്ടുകാർ കണ്ടത്. ഇന്ന് കൃത്യം 1:30 അപകടമുണ്ടായത്. കൊട്ടാരക്കര നീലേശ്വരം റോഡാണ്. SNDP ഗുരുമന്ദിരത്തിന് സമീപത്ത് വെച്ചായിരുന്നു അപകടമുണ്ടായത്. 2 ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ഒരു ബൈക്കിൽ 3 പേരും മറ്റേ ബൈക്കിൽ ഓടിച്ചിരുന്ന ആളുമാണ് അപകടത്തിൽപ്പെട്ടത്. 2 ബൈക്കും തമ്മിൽ കൂട്ടിയിടിക്കുകയും ഇടിയുടെ ആഘാതത്തിൽ വാഹനം തെറിച്ചു വീഴുകയും ചെയ്തു. 2 ബൈക്കിലുണ്ടായിരുന്ന 2 പേർ മരിക്കുകയും മറ്റു വാഹനം ഓടിച്ചിരുന്ന ആൾ മരിക്കുകയും ചെയ്തു. അജിത്ത്, വിജിൽ, സഞ്ജയ് എന്നീ 3 യുവാക്കളാണ് മരിച്ചത്. ഉടൻ തന്നെ നാട്ടുകാർ ഇടപെടുകയും ഇവരെ ഇവിടെ നിന്നും കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. പക്ഷേ ഇവരുടെ ജീവൻ രക്ഷിക്കാനായില്ല. വാഹനം പൂർണ്ണമായും തകർന്ന് തരിപ്പണമായ അവസ്ഥയായിരുന്നു ഉണ്ടായത്. അല്പസമയത്തിനകത്താണ് പോലീസ് ഇവിടെ എത്തുകയും വാഹനം ഇവിടെ നിന്നും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. ഈ സമീപത്തായിട്ട് ഒരു കല്യാണം നടന്നിരുന്നു. കല്യാണത്തിന് പങ്കെടുക്കാൻ വന്നവരായിരുന്നു ഈ യുവാക്കളെന്ന് പറയപ്പെടുന്നുണ്ട്. എന്തായാലും കൊട്ടാരക്കര ഭാഗത്തേക്ക് വരികയായിരുന്ന ബൈക്കാണ് അപകടത്തിൽപ്പെട്ടത്. എതിർദിശയിൽ വന്ന ബൈക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അങ്ങനെ 3 പേരാണ് ഈ മരണത്തിൽ ഉൾപ്പെട്ടതെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. കൂടുതൽ വ്യക്തത വരാണ്ട് പോലീസ് കൃത്യമായി അന്വേഷണം നടത്തി വരികയാണ്.
റിലയൻസ് ഫൗണ്ടേഷന്റെ വന്യജീവി സംരക്ഷണ പുനരധിവാസ കേന്ദ്രമായ വൻതാരയ്ക്ക് സുപ്രീം കോടതിയുടെ ക്ലീൻ ചിറ്റ്. വൻതാരയ്ക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് കണ്ടെത്തൽ. മൃഗപരിപാലനവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ പാലിച്ചിട്ടുണ്ടെന്നും ജസ്റ്റിസുമാരായ പങ്കജ് മിത്തലും സംരക്ഷണ പുനരധിവാസ കേന്ദ്രമാണ് വൻതാര. 2000-ലധികം സ്പീഷീസുകൾക്കും വംശനാശ ഭീഷണി നേരിടുന്ന 1.5 ലക്ഷത്തിലധികം മൃഗങ്ങൾക്കും ആവാസ വ്യവസ്ഥയൊരുക്കുന്ന പദ്ധതി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധ നേടിയിരുന്നു. ഇതിനിടയിലാണ് വൻതാരയിലേക്ക് മൃഗങ്ങളെ കൊണ്ടുവരുന്നതിലുൾപ്പെടെ ക്രമക്കേട് ആരോപിച്ച് അഭിഭാഷകൻ ജയസുഗിൻ സുപ്രീം കോടതിയിൽ പൊതുതാൽപര്യ ഹർജി നൽകിയത്. വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ ജസ്റ്റിസ് ജെ ചെലമേശ്വർ അധ്യക്ഷനായ പ്രത്യേക SIT സംഘത്തെ കോടതി നിയമിച്ചിരുന്നു. ഇവരുടെ കണ്ടെത്തലുകൾ പ്രകാരമാണ് വൻതാരയ്ക്ക് ക്ലീൻ ചിറ്റ് നൽകിയത്. SIT റിപ്പോർട്ട് പരിശോധിച്ച സുപ്രീം കോടതി ബെഞ്ച് വൻതാര നിയമങ്ങൾ കർശനമായി പാലിക്കുന്നുണ്ടെന്ന് വ്യക്തമാക്കി. 1972-ലെ വന്യജീവി നിയമവും മൃഗശാലകൾക്കുള്ള നിയമങ്ങളും വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വ്യാപാരത്തിനായുള്ള അന്താരാഷ്ട്ര കൺവെൻഷൻ പ്രകാരമുള്ള നിർദ്ദേശങ്ങളും അനുസരിച്ചാണ് പ്രവർത്തനമെന്നും SIT ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച സമർപ്പിച്ച റിപ്പോർട്ട് തിങ്കളാഴ്ചയാണ് കോടതി പരിഗണിച്ചത്. റിപ്പോർട്ട് പരിശോധിച്ച ശേഷം വിശദമായ ഉത്തരവ് പുറപ്പെടുവിക്കുമെന്നും സുപ്രീം കോടതി അറിയിച്ചു. ഇതോടെ വൻതാരയ്ക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് സംശയാതീതമായി തെളിഞ്ഞു. 2024-ൽ ഉദ്ഘാടനം ചെയ്ത പദ്ധതിക്കെതിരെ വന്യജീവികളെ അനധികൃതമായി എത്തിക്കൽ, സാമ്പത്തിക ക്രമക്കേടുകൾ, കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ ആരോപണങ്ങളാണ് ഉയർന്നിരുന്നത്. സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്ത ആനന്ദ് അംബാനി അന്വേഷണ സംഘത്തോട് പൂർണ്ണമായും സഹകരിക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. Presenting the Maruti Suzuki Victoris. Got it all. കൊച്ചിയുടെ പുറംകടലിൽ മുങ്ങിയ MSC എൽസ 3 കപ്പൽ ദൗത്യം വൈകും. കടലിനടിയിൽ നിന്ന് കപ്പൽ പൂർണ്ണമായും പുറത്തെടുത്ത് മാറ്റാൻ 1 വർഷമെങ്കിലും എടുക്കുമെന്ന് കമ്പനി അറിയിച്ചു. കപ്പലിലെ എണ്ണ നീക്കം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ഒപ്പം കപ്പൽ കടലിൽ തുടരുന്നതിൽ മത്സ്യത്തൊഴിലാളികളും ആശങ്കയിലാണ്. മെയ് 24-നായിരുന്നു MLC എൽസ 3 എന്ന കപ്പൽ കേരള തീരത്ത് അറബിക്കടലിൽ മുങ്ങിയത്. 4 മാസം പിന്നിട്ടിട്ടും ഈ കപ്പൽ പുറത്തെടുക്കാനുള്ള നടപടികളിലേക്ക് അധികൃതർ കടന്നിട്ടില്ല എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇവർ പറയുന്ന വിശദീകരണം പ്രതികൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടായി, കാലാവസ്ഥയുണ്ടായി. അതിനുശേഷം ഇപ്പോൾ അവർ ചെയ്യുന്ന ദൗത്യം എന്ന് പറയുന്നത് ഈ ഇന്ധനങ്ങൾ, ഈ ഷിപ്പിൽ നിന്നുള്ള ഇന്ധനം, ഓയിൽ, അത് ഒരു തുള്ളി പോലും ചോർന്നു പോകാതെ മറ്റൊരു കപ്പലിലേക്ക് പമ്പ് ചെയ്യുന്ന പ്രവൃത്തിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് അല്പം സമയമെടുക്കും. അതിനുശേഷം മാത്രമേ ഇത് ഉയർത്തുവാൻ കഴിയൂ. അതിനു വേണ്ടിയിട്ടുള്ള പഠനം ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷെ അതപ്പോഴും ഒന്നിച്ച് ഈ കപ്പൽ പുറത്തേക്ക് എടുക്കുവാൻ കഴിയുമോ, അതോ ഓരോ ഘട്ടമായി മാത്രമേ എടുക്കാൻ കഴിയുകയുള്ളൂ എന്ന രീതിയിലുള്ള പഠനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 1 വർഷമെങ്കിലും വേണ്ടി വരും ആ കപ്പൽ പൂർണ്ണമായും പൊക്കി മാറ്റുന്നതിനെന്നുള്ളൊരു വിശദീകരണമാണ് അധികൃതരിൽ നിന്നും ലഭിക്കുന്നത്. പക്ഷെ അപ്പോഴും ആശങ്കയിലായിരിക്കുന്നത് മത്സ്യത്തൊഴിലാളികളാണ്. അവരെ സംബന്ധിച്ച് ഈ ട്രോളിംഗ് നിരോധനമൊക്കെ കഴിഞ്ഞതിന് ശേഷം പുറംകടലിലേക്ക് പോകുന്നതിന് വേണ്ടോ മത്സ്യബന്ധനത്തിന് വേണ്ടിയിട്ടൊക്കെ പോകുമ്പോൾ ഇവരുടെ വല കീറുന്ന സാഹചര്യങ്ങളിലേക്ക് മാറുകയാണ്. അതോടൊപ്പം തന്നെ ഈ കപ്പലുള്ളതിൻ്റെ പരിസര പ്രദേശങ്ങളിലേക്കൊന്നും തന്നെ ഇപ്പോഴും ഈ മത്സ്യത്തൊഴിലാളികളെ അടുപ്പിക്കുന്നില്ല എന്നൊരു പരാതി കൂടി അവർ ഉയർത്തുന്നുണ്ട്. എന്തായാലും ഈ ഒരു വിഷയം മുന്നിൽ നിൽക്കുമ്പോൾ എന്ത് നടപടിയാണ് സർക്കാർ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ സർക്കാർ ഇതിലൊരു നിയമ നടപടിയിൽ എത്രമാത്രം കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളൊരു ആശങ്ക കൂടി മത്സ്യത്തൊഴിലാളികൾ പങ്കുവെക്കുന്നുണ്ട്. ഈ സർക്കാർ ഏതാണ്ട് ഈ വിഷയം വിട്ടമട്ടാണ്. ഈ ഒരു നഷ്ടപരിഹാരം സർക്കാർ ആവശ്യപ്പെട്ട നഷ്ടപരിഹാരം നൽകാൻ കഴിയില്ല എന്നാണ് കമ്പനി അധികൃതർ പറയുന്നത്. തങ്ങൾക്ക് 13 കോടി മാത്രമേ അനുവദിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളൊരു വിശദീകരണമാണ് കപ്പൽ അധികൃതരിൽ നിന്നും ലഭ്യമാക്കുന്നത്. പക്ഷേ സർക്കാർ ഇതിൽ കൂടുതൽ നടപടികളിലേക്കോ മത്സ്യത്തൊഴിലാളികളുടെ സങ്കടം കാണുന്നതിലേക്കോ കണ്ണു തുറക്കുന്നില്ല എന്നൊരു വിഷമം കൂടി മത്സ്യത്തൊഴിലാളികൾ ഉന്നയിക്കുന്നുണ്ട്. എന്നാലും ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ കപ്പൽ ഉയർത്താൻ ഇനിയും സമയം ആവശ്യം വരും എന്നതാണ്. ഇതിന് കോടതി അടക്കം ഇതിലൊരു ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന താക്കീതൊക്കെ നൽകുന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ പോലും ഈ കപ്പൽ അധികൃതരുടെ ഭാഗത്ത് നിന്നും ഒരു വേണ്ട ഊർജ്ജസ്വലത ഈ കപ്പൽ എടുത്ത് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളൊന്നും തന്നെ ആരംഭിച്ചിട്ടില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. സ്വതന്ത്ര പലസ്തീനെ എതിർത്ത് വോട്ട് ചെയ്ത അർജന്റീന കേരളത്തിലേക്ക്
വരേണ്ടെന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ച. അർജന്റീന ടീമിൻ്റെയും മെസ്സിയുടെയും വരവിനെ കേരളം കാത്തിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് UN-ലെ അർജന്റീനയുടെ നിലപാട് ചർച്ചയാകുന്നത്. മെസ്സിയുടെ വരവിനായി കാത്തിരിക്കുന്ന മലയാളികളുടെ കൂട്ടത്തിൽ ഞാനില്ല എന്ന ഫേസ്ബുക്ക് പോസ്റ്റിനെ എതിർത്തും അനുകൂലിച്ചും നിരവധി പേർ കമന്റ് ചെയ്തു. കേരളത്തിലേക്കുള്ള അർജന്റീനിയൻ ടീമിന്റെ വരവിനെ വലിയ പ്രതീക്ഷയോടെയാണ് ഫുട്ബോൾ ആരാധകർ കാത്തിരിക്കുന്നത്. എന്നാൽ അതിനിടെയാണ് ഇസ്രായേൽ അനുകൂല നിലപാട് ഐക്യരാഷ്ട്രസഭയിൽ അർജന്റീനയെ സ്വീകരിച്ചത് ഇവിടെ വലിയ പ്രതിഷേധമുയർത്തുന്നത്. പലസ്തീനെ സ്വതന്ത്ര രാജ്യമാക്കുന്നതിനെതിരെയുള്ള പ്രമേയത്തിൽ വോട്ട് ചെയ്തത് അർജന്റീന അവർക്കെതിരായിട്ടാണ്. ഇത് വലിയ പ്രതിഷേധമുയർത്തുന്നുണ്ട്. അർജന്റീനയുടെ നിലപാട് അത് ഈ ഒരു അർജന്റീനയുടെ വരവിനെ സ്വാഗതം ചെയ്യുന്നവർക്കിടയിൽ തന്നെ ഭിന്നാഭിപ്രായമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ അർജന്റീനയുടെ നിലപാടിനെതിരെയുള്ള പ്രതിഷേധം ശക്തമായിട്ട് ഉയരുന്നതാണ് ഇപ്പോഴത്തെ ഈ അർജന്റീനിയൻ ഫാൻസിനെയും ഫുട്ബോൾ ആരാധകരെയൊക്കെ ആശങ്കയിലാക്കുന്ന ഒരു കാര്യം. പലരും അത് വ്യക്തിപരമായ അഭിപ്രായമാണ് പങ്കുവെച്ചതെങ്കിലും ആ അഭിപ്രായം കൂട്ടമായിട്ടുള്ള ഒരു അഭിപ്രായത്തിലേക്കും വലിയ ഒരു പ്രതിഷേധങ്ങളിലേക്കും വഴിവെക്കുമോ എന്നുള്ളൊരു ആശങ്ക. പ്രത്യേകിച്ച് അർജന്റീന വരികയാണെങ്കിൽ അവരുടെ കളി നടക്കുന്ന സ്റ്റേഡിയത്തിൽ ഈ ഒരു പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള അവസരമായിട്ട് അതിനെ ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടാകുമോ, അത് സുരക്ഷാ പ്രശ്നങ്ങളിലേക്ക് വഴിയൊരുക്കുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ ഉയരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട സംഘടനകളൊന്നും തന്നെ ഇത് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്, സംഘടനകൾക്കൊന്നും ഈ നിലപാടല്ല എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അത്തരത്തിൽ അർജന്റീനയുടെ ഫുട്ബോൾ വേറെ, അതുപോലെ തന്നെ രാഷ്ട്രീയം വേറെ എന്ന നിലപാട് തന്നെയാണ് അവർക്കൊക്കെ ഉള്ളത്. പക്ഷേ വ്യക്തിപരമായിട്ട് ആളുകൾ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നതിനൊന്നും ചെയ്യാൻ കഴിയുന്നതല്ല. അതൊരു മാസമായിട്ടുള്ള ക്യാമ്പയിൻ ആയിട്ടില്ലെങ്കിൽ പോലും ഇത് ഒരു പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള വേദിയായിട്ട് ഒരു സാഹചര്യമായിട്ട് ഇതിനെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുമോ, ഇത്തരത്തിലൊരു മാസ് ക്യാമ്പയിനിങ്ങിലേക്ക് ഇത് മാറുകയാണെങ്കിൽ അത് അവരുടെ വരവിനെ ബാധിക്കുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറ്റുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് അർജന്റീനയുടെ ആരാധകർ തന്നെ ഈ വിഷയത്തെ തുടർന്ന് അവരുടെ നിലപാട് മാറ്റുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ടെന്ന് ഈ അസോസിയേഷൻകാരൊക്കെ തന്നെ പങ്കുവയ്ക്കുന്ന ഒരു ആശങ്കയാണ്. പലരും ഈ വിഷയത്തിൽ അർജന്റീനയുടെ ഫുട്ബോളിൻ്റെ ആരാധകരായിട്ടുള്ളവർ തന്നെ ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധത്തിലാണ് ഉള്ളത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലെ കാര്യങ്ങൾ എങ്ങനെയാകുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. നിലവിൽ ഇതൊരു സോഷ്യൽ മീഡിയയിലെ ഒറ്റയ്ക്കുള്ള പ്രതിഷേധങ്ങളായിട്ടാണെങ്കിൽ ഒരു മാസ് ക്യാമ്പയിനിലേക്ക് വഴിമാറുകയാണെങ്കിൽ അത് ഈ ഒരു ഘട്ടത്തിൽ അർജന്റീനയുടെ വരവിനെ എങ്ങനെ സ്വാധീനിക്കുമെന്ന ചോദ്യം ഉയരുന്നുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ ഇവരുടെ വരവിനെ സുരക്ഷാ ഭീഷണിയിലേക്കൊക്കെ ഈ കാര്യങ്ങൾ എത്തിക്കുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. എന്നാണെങ്കിലും വരും ദിവസങ്ങളിലെ സംഭവവികാസങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഫുട്ബോൾ വേറെ രാഷ്ട്രീയം വേറെ എന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളതെങ്കിൽ പോലും ഇതിൻ്റെ വരും ദിവസങ്ങളിലെ ഗതി ഏത് തരത്തിലാകുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മലപ്പുറത്തും CB അനുമോദ്, ന്യൂസ് 18. ഇടവേള. മാറ്റണമെന്ന സർക്കാരിൻ്റെ ആവശ്യം ഹൈക്കോടതി തള്ളി. SP S ശശിധരൻ കേസിൽ തുടരും. സാമ്പത്തിക തട്ടിപ്പ് കേസുകളിലാണ് വെള്ളാപ്പള്ളി നടേശനെതിരെ അന്വേഷണം. ശശിധരന് അന്വേഷണം പൂർത്തിയാക്കാമെന്നും കോടതി വിധിച്ചു. കണ്ണൂർ മാടായിയിലെ വാദി ഹുദ സ്കൂളിൽ മാനേജ്മെൻറ്റിനെതിരെ BJP. സ്കൂളിൻ്റെ കൈവശമുള്ള ഭൂമിയിൽ പകുതിയിലധികവും ദേവസ്വം ഭൂമി കയ്യേറുമെന്നാണ് ആരോപണം. എന്നാൽ BJPയുടെ വാദം അടിസ്ഥാനരഹിതമാണെന്നും നിയമപരമായി നിലനിൽക്കുന്നതല്ലെന്നും സ്കൂൾ മാനേജ്മെൻറ്റ് വ്യക്തമാക്കി. ജമാഅത്തെ ഇസ്ലാമി നിയന്ത്രണത്തിലുള്ള വാദി ഹുദ സ്കൂൾ മാനേജ്മെന്റിനെതിരെയാണ് BJPയുടെ ഗുരുതരമായ ആരോപണം. ദേവസ്വം ഭൂമിയായ മാടായിപ്പാറയിലെ 3 ഏക്കർ സ്ഥലം കയ്യേറിയെന്നാണ് കണ്ടെത്തൽ. നേരത്തെ ചിറക്കൽ തമ്പുരാനിൽ നിന്ന് പിടാരർ സമുദായക്കാർക്ക് കിട്ടിയ സ്ഥലം വാദി ഹുദ മാനേജ്മെന്റ് വാങ്ങിക്കുമ്പോൾ 3 ഏക്കർ മാത്രമായിരുന്നു. എന്നാൽ ഇതിപ്പോൾ 6 ഏക്കർ സ്ഥലമായി മാറി. ഇതിൽ ദേവസ്വത്തിൻ്റെയും ഗവൺമെന്റിൻ്റെയും സ്ഥലമുണ്ട്. കയ്യേറിയ ഭൂമി ദേവസ്വം ബോർഡ് തിരിച്ചുപിടിക്കാൻ തയ്യാറാകണമെന്ന് BJP കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ ആവശ്യപ്പെട്ടു. വാദിഹുദ സ്കൂളിനകത്ത് അവർക്ക് ഈ 3 ഏക്കറിലധികം സ്ഥലം, ആ സ്ഥലങ്ങൾക്ക് പൂർണ്ണമായും രേഖകളുണ്ടെങ്കിൽ അവർ പ്രസിദ്ധപ്പെടുത്തട്ടെ. നാളിതുവരെ അവർ പ്രസിദ്ധപ്പെടുത്തിയിട്ടില്ല. പല ആളുകൾ ആവശ്യപ്പെട്ടതാണ്. മാടായി സംരക്ഷണ സമിതി നടത്തുന്ന നിരവധി പ്രക്ഷോഭങ്ങളുണ്ട്. നോക്കൂ, ഈ ദേവസ്വത്തിൻ്റെ ഈ സ്ഥലം വാദിഹുദ സ്കൂളിലേക്ക് ഇന്ന് പോകുന്നൊരു റോഡുണ്ട്. ആ റോഡ് ഒരു രാത്രി കൊണ്ടാണ് അവർ മെറ്റൽ ചെയ്തത്. പൂർണ്ണമായും ദേവസ്വത്തിൻ്റെ സ്ഥലമാണ്. കാലാകാലം മാടായിപ്പാറ പൂരോത്സവത്തിൻ്റെ എഴുന്നള്ളിപ്പ് നടന്നു വരുന്ന റൂട്ടാണത്. ആ സ്ഥലം റോഡ് ആക്കുകയും അത് ഒരു രാത്രി കൊണ്ട് വാദിഹുദ സ്കൂളിലേക്ക് ടാർ ചെയ്ത് അവരുടെ സ്വന്തമാക്കി മാറ്റി.
എന്നാൽ BJPയുടെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ വാദം. ദേവസ്വത്തിന് ഈ സ്ഥലവുമായി യാതൊരു ബന്ധവുമില്ല. 1980-ൽ ഈസ അബ്ദുറഹ്മാൻ സേട്ടിന്റെ കയ്യിൽ നിന്ന് വില കൊടുത്ത് ഭൂമി വാങ്ങിയത് ഒറ്റരേഖയായി 5 ഏക്കർ 77 സെന്റ് സ്ഥലമാണ്. ഈ ഭൂമി മാത്രമാണ് സ്കൂളിന്റെ കൈവശമുള്ളത്. മാടായി വില്ലേജ് ഓഫീസ് രേഖകൾ പരിശോധിച്ചാൽ ഇത് വ്യക്തമാകും. അതുകൊണ്ട് BJPയുടെ ഇത്തരം ആരോപണങ്ങളെ മുഖവിലക്കെടുക്കുന്നില്ലെന്നും വാദി ഹുദ ഗ്രൂപ്പ് ജനറൽ സെക്രട്ടറി ഫറൂഖ് ഉസ്മാൻ പറഞ്ഞു. വലിയ വളപ്പിൽ കൃഷ്ണൻ എന്ന് പറയുന്ന ആൾ 1925 മുതൽ കൈവശം വെച്ച് വരുന്ന സ്ഥലമാണിത്. 1925-ൽ വലിയ വളപ്പിൽ കൃഷ്ണനും അത് 1961-ൽ ഈസ അബ്ദുറഹ്മാൻ സേട്ടും കൈവശം വെച്ചത് 1980-ലാണ് ഒന്നിച്ച് വാദിഹുദ വാങ്ങിക്കുന്നത്. കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മാടായി സ്കൂൾ ഗ്രൗണ്ട്, ആ ഗ്രൗണ്ട് 1951-ലാണ് അവർക്ക് ലഭിക്കുന്നത് ദാനമായിട്ട്. അങ്ങനെ ലഭിക്കുന്ന സമയത്ത് ആ രേഖയിൽ, അവരുടെ രേഖയിൽ പടിഞ്ഞാറുള്ള അതിരായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ കിടങ്ങിനെക്കുറിച്ച് തന്നെയാണ്, ഈ മതിൽക്കെട്ടിനെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മാടായി സ്കൂളിൻ്റെ രേഖയിലും വളരെ കൃത്യമായി ഈ ബൗണ്ടറിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ആരോപണങ്ങളെ നമുക്ക് മുഖവിലക്കെടുക്കേണ്ട ആവശ്യമില്ല. നിയമപരമായി അത് നിലനിൽക്കുന്നതുമല്ല. ഇതിനിടെ സ്കൂൾ മാനേജ്മെന്റിനെതിരെ പ്രക്ഷോഭം ശക്തമാക്കാനാണ് BJPയുടെ തീരുമാനം. നാളെ 11 മണിക്ക് സ്കൂളിലേക്ക് നടക്കുന്ന പ്രതിഷേധ മാർച്ച് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്യും. സുമേഷ് മൊറാഴ, ന്യൂസ് 18 കണ്ണൂർ. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം ഗ്രാമിന് 10,180, പവന് 81,440. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 8,435, പവന് 67,480. വെള്ളി ഗ്രാമിന് 140, കിലോയ്ക്ക് 1,40,40,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.